നിരാലംബമാക്കപ്പെട്ട ജീവിതാവസ്ഥകൾക്കുമേൽ കാരുണ്യത്തിൻ്റെ തണലൊരുക്കി നൽകുന്നവരുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്ന തണൽ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിൽ പ്രവർത്തനം തുടരുന്ന പ്രകാശധാര സ്കൂൾ ഫോർ ദി ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണ്. കഴിഞ്ഞ 25 വർഷങ്ങളായി പത്തനംതിട്ടയുടെ ഹൃദയഭൂമികയിൽ പ്രകാശഗോപുരമായി നിലകൊള്ളുകയാണ് പ്രകാശധാര സ്കൂൾ ഫോർ ദി ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന സ്ഥാപനം. മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിലുള്ള മാർ പീലക്സീനോസ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് പ്രകാശധാര സ്കൂൾ പ്രവർത്തനം തുടരുന്നത്. എളിവരെ ആദരിക്കുന്നവൻ ഭാഗ്യവാൻ, അന്നത്തെ ദിവസത്തിൽ യഹോവ അവനെ വിടുവിക്കുമെന്ന് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയുന്നുണ്ട്. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ തുമ്പമൺ ഭദ്രാസനത്തിൻ്റെ ഉടമസ്ഥതയിൽ പ്രവർത്തിക്കുന്ന മാർ പീലക്സീനോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വം വഹിക്കുന്ന പ്രകാശധാര സ്കൂൾ ഫോർ ദി ഡിഫറൻ്റ്ലി ഏബിൾഡാണ് നമ്മളായിരിക്കുന്നത്. ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യോസേഫ് തിരുമേനി തുമ്പമൺ ഭദ്രാസനാധിപനായിരിക്കുന്ന കാലഘട്ടത്തിൽ തൻ്റെ 70ാം ജന്മദിനത്തിൽ 2000 ആണ്ടിലാണ് ഈ സ്കൂൾ ഒരു ഡേ സ്കൂളായി മാർ പീലക്സീനോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ കീഴിൽ പത്തനംതിട്ടയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ഇന്ന് ഈ സ്ഥാപനം 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ദൈവകൃപയാൽ അനേകം ആളുകളുടെ സഹായങ്ങളാൽ സമൂഹത്തിൻ്റെ മാറ്റി നിർത്തപ്പെട്ട ഒരു കൂട്ടം കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുവാനും ജീവിതത്തിൽ വെളിച്ചമാകുവാനും അതുവഴി കുടുംബങ്ങൾക്ക് സമാധാനം നൽകുവാനും തക്കവണ്ണം ഈ സ്ഥാപനം കൊണ്ട് സാധ്യമായിട്ടുണ്ട്. സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി ഫാദർ റോയ് സൈമൺ അച്ഛൻ കഴിഞ്ഞ 24 വർഷങ്ങളായി സ്തുത്യർഹമായ സേവനം വഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ പീലക്സീനോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ട്രഷററായിരിക്കുന്ന ഡോക്ടർ KC മാണി സാറും സെക്രട്ടറിയായി ഡോക്ടർ KJ മാത്യു സാറും സേവനം അനുഷ്ഠിച്ചു വരുന്നു. ഇന്ന് സ്കൂളിൽ അനധ്യാപകരായി 25ഓളം സ്റ്റാഫ് കർമ്മനിരതരായി പ്രവർത്തിക്കുന്നതാണ് ഈ സ്കൂളിൻ്റെ വിജയം. 114ഓളം കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠനവും പരിശീലനവും നേടുന്നു. 18 വയസ്സിൽ താഴെയുള്ള 41 കുട്ടികളും ബാക്കി മുതിർന്ന കുട്ടികളുമാണ് പരിശീലനം നേടിവരുന്നത്. 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ പ്രീ പ്രൈമറി, പ്രൈമറി, സെക്കൻഡറി, പ്രീ വൊക്കേഷൻ എന്ന ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ 18 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ വൊക്കേഷൻ ക്ലാസ്സുകളിൽ തൊഴിൽ പരിശീലനം നേടിവരുന്നു. ക്യാൻഡിൽ മേക്കിംഗ് യൂണിറ്റ്, അടുക്കളത്തോട്ടം, പേപ്പർ പ്ലേറ്റ് നിർമ്മാണം, കോട്ടൺ വേസ്റ്റ് നിർമ്മാണം ഇവയിലൊക്കെ കുട്ടികൾ പരിശീലനം നേടിവരുന്നുണ്ട്. പ്രീ പ്രൈമറി ക്ലാസ്സുകളിൽ 5.5 വയസ്സ് മുതലുള്ള കുട്ടികളെ നമ്മൾ ചേർത്ത് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വിവിധ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത്. കൂടുതലായും ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റിയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിൽ കൂടുതൽ പഠിച്ചു വരുന്നത്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറുള്ള കുട്ടികളും അതോടൊപ്പം തന്നെ MD മൾട്ടിപ്പിൾ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും സെറിബ്രൽ പാൾസി ഉള്ള കുട്ടികളും പരിശീലനം നേടി വരുന്നുണ്ട്. ഇവരെയൊക്കെയും പഠിപ്പിക്കാൻ തക്കവണ്ണം സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സും അതോടൊപ്പം തന്നെ കർമ്മനിരതരായ ആയമാരും ഒക്കെ ചേർന്നാണ് പ്രവർത്തിക്കുന്നത്. സ്ഥാപനം ഡേ സ്കോളേഴ്സും ബോർഡിങ്ങും എന്ന രീതിയിലാണ് പ്രവർത്തനം നടത്തപ്പെടുന്നത്. രാവിലെ 9:30 ക്ലാസ്സുകൾ ആരംഭിച്ച് വൈകുന്നേരം 3:30 ക്ലാസ്സുകൾ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ കുട്ടികൾക്ക്
പരിശീലനം നൽകുന്നത്. ഉച്ചയ്ക്കുള്ള സമയത്ത് കുട്ടികൾക്ക് സൗജന്യമായ ഭക്ഷണവും നമ്മൾ നൽകുന്നുണ്ട്. അനേകം ആളുകൾ തങ്ങളുടെ ജീവിതത്തിൽ ചാരിറ്റി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇവിടെ കടന്നു വരികയും തങ്ങളുടെ ജന്മദിനം, വിവാഹ വാർഷികം, പ്രത്യേക ഓർമ്മകളൊക്കെ സ്ഥാപനത്തോടൊപ്പം ആഘോഷിക്കുന്നതാണ് ഈ സ്ഥാപനത്തിൻ്റെ മുഖ്യമായ വരുമാന സ്രോതസ്സ്. സവിശേഷ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങളുടെ സംരക്ഷണവും പുനരധിവാസവും സാധ്യമാക്കുവാൻ കാലം ചെയ്ത മലങ്കര ഓർത്തഡോക്സ് സഭ തുമ്പമൺ ഭദ്രാസനാധിപനായിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് മെത്രാപ്പോലിത്തയുടെ 70ാം ജന്മദിനത്തോടനുബന്ധിച്ച് 2000 ഫെബ്രുവരി 19 പത്തനംതിട്ടയിൽ പ്രകാശധാര സ്കൂൾ ആരംഭിക്കുന്നത്. NCERTയുടെ പാഠ്യപദ്ധതി അനുസരിച്ച് കുട്ടികൾ പരിശീലനം നേടി വരുന്നു. അതോടൊപ്പം തന്നെ കലാകായിക രംഗങ്ങളിലും കുട്ടികൾ അവരുടേതായ മികച്ച പ്രകടനങ്ങൾ പുറത്തെടുക്കുന്നുണ്ട്. ജില്ലാതലത്തിലുള്ള സ്പോർട്സ് പരിപാടികളിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ വർഷം നവംബർ 27 മലപ്പുറം തിരൂർ വെച്ച് നടക്കുന്ന സംസ്ഥാന ശിശു സ്കൂൾ കലോത്സവത്തിൽ ദേശഭക്തി ഗാനത്തിൽ ഈ സ്കൂളിൽ നിന്നുള്ള ടീമിന് പങ്കെടുക്കുവാൻ തക്കവണ്ണം അർഹത നേടിയിട്ടുണ്ട്. അവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. അങ്ങനെ കുട്ടികളുടെ സർഗാത്മകമായ കഴിവുകളെ കണ്ടെത്തുവാനും അതോടൊപ്പം തന്നെ അവരുടെ വ്യക്തിപരമായ പരിമിതികളെ കണ്ടെത്തിക്കൊണ്ട് അതിനെ മറികടക്കുവാൻ തക്കവണ്ണം നമ്മൾ പരിശീലനം നൽകുന്നു. ഈ സ്ഥാപനത്തിൽ മുഖ്യമായി കുട്ടികളെ പരിശീലിപ്പിക്കുന്നത് അവരെ ഒരു സോഷ്യൽ ലൈഫിന് സന്നദ്ധരാക്കുക എന്നുള്ളതാണ്. പ്രത്യേക ബുദ്ധിയുള്ളതായ ഈ കുഞ്ഞുങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ രീതിയിൽ ആയിരിക്കുമ്പോൾ സവിശേഷമായ കഴിവുകൾ ഓരോ കുട്ടിക്കുമുണ്ട്. പക്ഷെങ്കിൽ ഒരു സമൂഹത്തിൽ എപ്രകാരം പെരുമാറണമെന്ന തലത്തിലേക്ക് അവരെ പഠിപ്പിച്ചെടുക്കുമ്പോഴാണ് അവർ സമൂഹത്തിൽ ചേർന്ന് പ്രവർത്തിക്കുവാൻ ഇടയാകുന്നത്. പണ്ട് നമ്മളുടെ സഹോദരങ്ങളായ ഇത്തരം കുഞ്ഞുങ്ങൾ വിദ്യാഭ്യാസം ഔപചാരികമായി നേടുന്നത് ഒരു വലിയ വെല്ലുവിളിയായിരുന്നു. ഇന്ന് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി നോർമൽ സ്കൂളിലും ഈ കുട്ടികൾ പരിശീലനം നൽകുന്നുണ്ട്. എന്നാൽ സ്പെഷ്യൽ സ്കൂളുകളാണ് കുറച്ചുകൂടെ വ്യക്തമായ രീതിയിലുള്ള പാഠ്യപദ്ധതിയിലൂടെ ഓരോ കുട്ടിയുടെയും പഠനവൈകല്യം എന്തെന്ന് കണ്ടെത്തി തിരിച്ചറിഞ്ഞ് സവിശേഷമായ രീതിയിൽ അവർക്ക് പ്രോത്സാഹനം നൽകുകയും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത്. ഈ സ്കൂളിൽ ക്യാൻഡിൽ മേക്കിംഗ് യൂണിറ്റിൽ പ്രവർത്തിക്കുന്ന ഏകദേശം 20ഓളം കുട്ടികളുണ്ട്. 18 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള കുട്ടികൾ. അവർക്ക് ഒരു ചെറിയ സമ്പാദ്യ പദ്ധതി സ്ഥാപനം അവർ ചെയ്യുന്ന ജോലിക്ക് നൽകുന്നുണ്ട്. അപ്രകാരം വിവിധങ്ങളായ ജോലികളിൽ ഏർപ്പെട്ടുകൊണ്ട് തങ്ങളുടെ സ്വന്തം അക്കൗണ്ടിൽ 1 ലക്ഷത്തിലധികം തുക ഉള്ള കുട്ടികളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. തങ്ങളുടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് തൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ കൊടുക്കാൻ തക്കവണ്ണം അവർക്ക് നൽകുന്ന തരത്തിലേക്ക് നമ്മളവരെ പ്രാപ്തരാക്കിയിട്ടുണ്ട്. ഇത് മുമ്പോട്ട് പോകാൻ ഏറ്റവും സഹായമായിരിക്കുന്നത് ഭദ്രാസന മെത്രാപ്പോലിത്തയുടെ അകമഴിഞ്ഞ പിന്തുണയാണ്. ഇപ്പോൾ ഈ സ്ഥാപനത്തിൻ്റെ മാനേജറായി പ്രവർത്തിക്കുന്നത് തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സറാഫീം തിരുമനസ്സുകൊണ്ടാണ്. തിരുമേനി ചാർജ് എടുത്തപ്പോൾ മുതൽ ഈ സ്ഥാപനത്തിന് പുതിയൊരു ഊർജവും ശക്തിയും കൈവന്നിട്ടുണ്ട്. തൻ്റെ എല്ലാ സന്ദർശനങ്ങളിലും എല്ലാ വേദികളിലും ഈ സ്കൂളിനെ പറ്റി പറയുകയും സ്കൂളിന് ആവശ്യമായ കൈത്താങ്ങലുകൾ എല്ലാവരും നൽകണമെന്ന് ആഹ്വാനം ചെയ്യും. അതിന് തിരുമേനി മുൻകൈ എടുത്തുകൊണ്ട് സവിശേഷമായി സഹായം നൽകുന്നതുകൊണ്ടാണ് നമ്മുടെ 25ാം വർഷത്തെ ജൂബിലി ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ തക്കവണ്ണം സാധിച്ചത്. പൊതുസമൂഹത്തിൻ്റെ, കേരള സമൂഹത്തിൻ്റെ മുക്തകണ്ഠം പ്രശംസ നേടുവാൻ തക്കവണ്ണം ഈ ജൂബിലിയുടെ സമാപന പരിപാടികൾ കൊണ്ട് ഇടയായിട്ടുണ്ട്. അപ്രകാരം തന്നെ നമ്മുടെ ഈ കുട്ടികൾക്ക് ഇനിയുള്ള കാലഘട്ടത്തിലും സമൂഹത്തിൻ്റെ പുതിയ വെല്ലുവിളികൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതങ്ങളെ കൃത്യമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ തക്ക പദ്ധതികൾ ആവിഷ്കരിക്കുന്നു. പുതിയ സ്കൂൾ കെട്ടിടവും പരിശീലന സൗകര്യങ്ങളും ജൂബിലി വർഷത്തിൽ പുതുതായി ആരംഭിക്കാൻ തക്കവണ്ണം ശ്രമങ്ങൾ നടത്തി വരുന്നുണ്ട്. ആ ശ്രമങ്ങളുടെ ഭാഗമായി പുതിയ സ്ഥലം കണ്ടെത്തുവാൻ തക്കവണ്ണം ഒരു സഭാസ്നേഹി കൂടിയായിരിക്കുന്ന അലസ്കോശി അവറുകൾ സൗജന്യമായി സ്ഥലം നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്രകാരം
ഇന്ന് വരെ ഈ സ്ഥാപനം നടത്തപ്പെട്ടു പോയിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുതലിൽ മാത്രമാണ്. ആകാശത്തിലെ പക്ഷികളെ നോക്കുവിനെ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പാണ്ഡ്യശാലയിൽ നിറയ്ക്കുന്നില്ല തിരുവചനം തീർത്തും ഇവിടെ സാധ്യമാകുന്നത് ഞങ്ങൾ നേരിൽ കണ്ടിട്ടുള്ളതാണ്. കാരണം ഇന്നുവരെയും എവിടെയും പോയി ഒരു പിരിവ് നടത്താതെ ഇവിടെ വരുന്ന ആളുകൾ നമുക്ക് നൽകുന്ന സംഭാവനകൾ കൊണ്ടാണ് ഈ സ്ഥാപനം പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം ഒരു മാസം 6 ലക്ഷത്തോളം രൂപയുടെ ചിലവ് ഈ സ്ഥാപനത്തിനുണ്ടാകുമ്പോൾ അത് മുഴുവനും കടന്നു വരുന്ന ദൈവസ്നേഹികളായ സമൂഹസ്നേഹികളായ ആളുകളുടെ കരുതലിലാണ് സ്ഥാപനത്തിന് മുമ്പോട്ട് പോകാൻ സാധ്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാളെയെക്കുറിച്ച് ആശങ്കകളില്ല. ദൈവം കരുതുമെന്ന വലിയ വിശ്വാസത്തിൽ ഈ സ്ഥാപനം 25 വർഷം പിന്നിട്ടെങ്കിൽ ഇനിയും കൂടുതൽ കരുത്തോടെ മുമ്പോട്ട് പോകാൻ ഇടയാകും. ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ ഡയറക്ടറായി സേവനം അനുഷ്ഠിക്കുന്ന റോയ് സൈമണച്ചൻ 24 വർഷമായി സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ്. അന്നു മുതൽ ഇന്ന് വരെ സവിശേഷമായ നേതൃത്വം നൽകിക്കൊണ്ട് തൻ്റെ ജീവിതം കൊണ്ട് ഇതിനൊരു പുതിയ ധാര തെളിയിച്ച ഒരു അച്ഛനായിട്ടുണ്ട്. കേരള ഗവൺമെൻറ്റിൻ്റെ അംഗീകാരത്തോടെയും സാമൂഹിക നീതി വകുപ്പിൻ്റെ രജിസ്ട്രേഷനോടെയും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്കായി ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ പ്രവർത്തിക്കുന്ന പ്രധാന വിദ്യാഭ്യാസ സ്ഥാപനമായി പ്രകാശധാര സ്കൂൾ മാറിയിരിക്കുന്നു. പ്രത്യേക പരിശീലനം ലഭിച്ച അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കുട്ടികളുടെ പ്രായത്തിനനുസൃതമായ പ്രവൃത്തികൾ, ജീവിത നൈപുണ്യം, യോഗ, സംഗീതം, നൃത്തം, വായന, എഴുത്ത്, അനുയോജ്യമായ കായിക ഇനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ക്ലാസുകൾ നൽകി വരുന്നു. ആധുനിക സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടുകൂടി കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, കവർ നിർമ്മാണം, സോപ്പ് നിർമ്മാണം, കൃഷിത്തോട്ട പരിപാലനം, പാചകം, മെഴുകുതിരി നിർമ്മാണം എന്നിവയിൽ പരിശീലനം നൽകി വരുന്നു. ഈ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായി റവറൻഡ് ഫാദർ റോയി സൈമണച്ചൻ ശുശ്രൂഷ ചെയ്തു വരുന്നു. പ്രകാശധാര സ്കൂൾ കഴിഞ്ഞ 25 വർഷങ്ങളായി പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്പെഷ്യൽ സ്കൂളാണ്. 2000 ആരംഭിച്ചതായിട്ടുള്ള ഈ സ്പെഷ്യൽ സ്കൂൾ പ്രധാനമായിട്ടും മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിനും ശുശ്രൂഷയ്ക്കുമായിട്ട് വേർതിരിച്ചിരിക്കുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന സംവിധാനമാണ്. ഏകദേശം 104 കുട്ടികളും അവരെ പരിപാലിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും പ്രത്യേക വിദ്യാഭ്യാസത്തിൽ പരിശീലനം നേടിയിട്ടുള്ള അധ്യാപകർ ഉൾപ്പെടെ 25 സ്റ്റാഫ് അംഗങ്ങളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സ്കൂള് പ്രത്യേകമായിട്ട് ആരംഭിക്കുവാൻ കാരണമായി തീർന്നത് തുമ്പമൺ ഭദ്രാസന മെത്രാപ്പോലിത്ത ആയിരുന്ന ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യൗസേബിയോസ് തിരുമേനി തൻ്റെ 70ാമത്തെ ജന്മദിനത്തിൽ സമൂഹത്തിന് ഒരു പ്രത്യേകമായ സ്ഥാപനം ഉണ്ടാകണം എന്നുള്ള താല്പര്യത്തോടുകൂടി ആരംഭിച്ചിട്ടുള്ളതാണ്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റേഷന് സമീപമുള്ള മാർ ഫീലക്സിനോസ് മെമ്മോറിയൽ ബിൽഡിംഗ് അത് പണിതുന്ന സമയത്ത് വൈകല്യമുള്ള കുട്ടികൾക്ക് വേണ്ടിയും എന്തെങ്കിലും തരത്തിലുള്ള തൊഴിൽ പരിശീലനങ്ങളൊക്കെ നിർവഹിക്കണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു താല്പര്യം മുൻനിർത്തിയാണ് 2000 ജൂൺ 19 ഈ സ്പെഷ്യൽ സ്കൂള് പ്രത്യേകമായിട്ട് പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ആരംഭിച്ചത്. ആദ്യമായിട്ടത് ആരംഭിക്കുന്ന സമയത്ത് ഒരു ഡേ സ്കൂൾ എന്ന നിലയിലാണ് ആരംഭിച്ചത്. അന്നൊരു 40ഓളം കുട്ടികളും ഒക്കെ വന്ന് രജിസ്റ്റർ ചെയ്ത് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി. അവരെ ശുശ്രൂഷിക്കാനായിട്ട് 7 സ്റ്റാഫ് അംഗങ്ങളും ഉണ്ടായിരുന്നു. അത് 2007 വരെ അവിടെ പ്രവർത്തിച്ചതിന് ശേഷം ഈ പത്തനംതിട്ട സന്തോഷ് ജംഗ്ഷനിൽ നമുക്കൊരു ബിൽഡിംഗ് വാങ്ങിക്കുവാനായിട്ട് സാധിച്ചു. അത് വാങ്ങിച്ചതിന് ശേഷം ഇവിടെയാണ് അന്ന് മുതൽ ഇവിടെ പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ 25 വർഷങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. യൗസേബിയോസ് തിരുമേനി പ്രതിബദ്ധതയുടെ പ്രവാചകൻ എന്ന പേരിൽ വളരെയധികം ജനഹൃദയങ്ങളിൽ പൊതുസമ്മതനായിട്ടുള്ള ഒരു വ്യക്തിത്വമായിരുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടി അദ്ദേഹം പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല സ്വപ്നമായിരുന്നു പത്തനംതിട്ട ജില്ലാ ആസ്ഥാനത്ത് ഒരു സ്പെഷ്യൽ സ്കൂൾ ഉണ്ടാവുക എന്നുള്ളത്. അദ്ദേഹത്തോടൊപ്പം ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി അധ്വാനിച്ചിട്ടുള്ള ഒരു മാന്യ വ്യക്തിത്വം കൂടിയുണ്ട്. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിൻ്റെ പ്രിൻസിപ്പലായി ദീർഘകാലം സേവനമനുഷ്ഠിച്ച ഡോക്ടർ TA ജോർജ് കുട്ടപ്പൻ സാറ്, അദ്ദേഹവും ചേർന്ന് ഈ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവിധമായിരിക്കുന്ന ക്രമീകരണങ്ങളും
ചെയ്യുകയുണ്ടായി. 2007 മുതൽ ഈ സന്തോഷ് ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട സൗകര്യങ്ങളിലൂടെ ക്രമീകരിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇപ്പോൾ 104 കുട്ടികൾ പഠിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രത്യേകമായിരിക്കുന്ന ക്ലാസ് മുറികളുണ്ട്, ഫിസിയോതെറാപ്പി യൂണിറ്റ് ഉണ്ട്, സ്പീച്ച് തെറാപ്പി യൂണിറ്റ് ഉണ്ട്. അതിനെല്ലാം പ്രത്യേകമായിട്ടുള്ള പരിശീലനം നേടിയിട്ടുള്ളവർ തന്നെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഈ കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊഴിൽ ചെയ്ത് വരുമാനം ഉണ്ടാക്കുക എന്നുള്ള താല്പര്യം മുൻനിർത്തി നല്ലൊരു വൊക്കേഷണൽ യൂണിറ്റും പ്രവർത്തിക്കുന്നുണ്ട്. ആ വൊക്കേഷണൽ യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് ഇവിടെ നൽകിയിരിക്കുന്നത് ക്യാൻഡിൽ മേക്കിംഗ്, മെഴുകുനിർമ്മാണം ആണ്. അത് ഞങ്ങളൊരു 24 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു വർഷത്തിൽ നല്ലൊരു തുകയ്ക്കുള്ള ഈ മെഴുതിരികളൊക്കെയും നിർമ്മിച്ച് വിൽക്കുന്നതിനും അതിൻ്റെ വരുമാനം, അതിൻ്റെ ഒരു നിശ്ചിത ശതമാനം തുക അവിടെ ജോലി ചെയ്യുന്ന 20 കുട്ടികൾക്ക് ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ചില അത്യാവശ്യ സന്ദർഭങ്ങളിൽ അവരുടെ മാതാപിതാക്കൾ ആവശ്യപ്പെടുമ്പോൾ ആ തുകയൊക്കെ എടുത്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു കുട്ടിക്ക് ഏകദേശം 80,000 രൂപ അടുത്ത സമയത്ത് അവരുടെ ഒരു വീട് പണിയുടെ സഹായമായിട്ട് നൽകാനായിട്ടൊക്കെ സാധിച്ചു. അത് നമ്മുടെ സമൂഹത്തിലെ ഇത്തരം കുട്ടികൾക്ക് ഒരു വലിയ മാതൃകയാണ്. ആ രീതിയിൽ സ്വന്തം നിലയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നതിന് കുറച്ച് പേരെയെങ്കിലും പ്രാപ്തരാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കുറേ അധികം കുട്ടികൾക്ക് അങ്ങനെ ജോലി എന്തെങ്കിലും ചെയ്യുന്നതിനുള്ള ഒരു കഴിവ്, പ്രാപ്തിയില്ല. അവരെ ഒന്ന് പരിപാലിക്കുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും വീട്ടുകാരുടെ വലിയ പ്രയാസത്തിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നൊരു കൈത്താങ്ങൽ, അവരോടൊപ്പം അവരെ ഒന്ന് ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ താല്പര്യം ഈ സ്ഥാപനത്തിൻ്റെ ഒരു മുഖ്യ ലക്ഷ്യമായിട്ട് നിലകൊള്ളുന്നു. ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് തുമോൺ ഭദ്രാസനത്തിൻ്റെ ചുമതലയുള്ള മാർ ഫീലക്സീനോസ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ യൗസേബിയസ് തിരുമേനിയുടെ മുൻപിൽ നേരത്തെ ശുശ്രൂഷ അനുഷ്ഠിച്ചിരുന്ന 2 പിതാക്കന്മാർ, അതായത് ഗീവർഗീസ് മാർ ഫീലക്സീനോസ്, ദാനിയൽ മാർ ഫീലക്സീനോസ് എന്നീ പിതാക്കന്മാരുടെ സ്മരണ നിലനിർത്തുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള മാർ ഫീലക്സീനോസ് ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ഈ പ്രകാശധാര സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നത്. ഏകദേശം 100 അംഗങ്ങൾ ഇപ്പോൾ അതിൽ ഭാഗഭാക്കാവുന്നുണ്ട്. അവരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന 18 പേർ അടങ്ങുന്ന ഒരു കൗൺസിലാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നത്. ഇപ്പോഴത്തെ തുമോൺ ഭദ്രാസന മെത്രാപ്പോലീത്ത അഭിനന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫീൻ തിരുമനസ്സുകൊണ്ട് കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് തുമോൺ ഭദ്രാസനത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത നാൾ പ്രത്യേകമായിരിക്കുന്ന ഒരു കരുതലും ഒരു ശ്രദ്ധയും ഈ സ്ഥാപനത്തിന് നൽകുന്നുണ്ട്. അദ്ദേഹം ഭാഗ്യസ്മരണാർഹനായ ഫിലിപ്പോസ് മാർ യൗസേബിയസ് തിരുമേനിയുടെ ഒരു ഉത്തമ ശിഷ്യൻ എന്ന നിലയിൽ യൗസേബിയസ് തിരുമേനി ആരംഭിച്ചതായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തെ എല്ലാ വിധത്തിലും സഹായിക്കുന്നുണ്ട്. അനുയോജ്യവും ലളിതവും ഫലപ്രദവുമായ ബോധന തന്ത്രങ്ങളിലൂടെയുള്ള പരിശീലനത്തിനായി 102 വിദ്യാർത്ഥികളാണ് ഇന്ന് ഇവിടെയുള്ളത്. ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, സീനിയർ വിദ്യാർത്ഥികൾക്ക് തൊഴിലധിഷ്ഠിത പരിശീലനം എന്നിവയും ഇവിടെ ലഭ്യമാക്കുന്നു. അനുദിനം യാത്രാ സൗകര്യം വേണ്ടവർക്ക് അത് ക്രമീകരിച്ചും ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും സീനിയേഴ്സിനും പ്രത്യേകം താമസ സൗകര്യങ്ങൾ ഒരുക്കിയും പ്രകാശധാര സ്കൂൾ അനേക ജീവിതങ്ങൾക്ക് ആശ്വാസമായി മാറിയിരിക്കുന്നു. അങ്ങനെ രജത ജൂബിലി വർഷത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ആധുനിക സൗകര്യങ്ങളോടുകൂടിയ ഒരു സ്പെഷ്യൽ സ്കൂൾ എന്നുള്ളതാണ്. ആയതിനു വേണ്ടി ഏറ്റവും അടുത്ത് തന്നെ നമുക്ക് അല്പം സ്ഥലമൊക്കെ ക്രമീകരിച്ച് ഒരു ഭിന്നശേഷി സൗഹൃദ വിദ്യാലയം അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയ പദ്ധതിയും നമ്മുടെ മുമ്പിൽ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കും എന്ന് തന്നെ ദൈവത്തിൽ ശരണപ്പെടുന്നു. കഴിഞ്ഞ 25 വർഷക്കാലം ഈ പ്രവർത്തനങ്ങളിലൊക്കെ സഹകരിക്കുമ്പോൾ ഒട്ടനവധി ആൾക്കാർ ഈ പ്രവർത്തനങ്ങളെ കണ്ടറിഞ്ഞ് ആത്മാർത്ഥമായ പ്രാർത്ഥനയും പിന്തുണയും കൈത്താങ്ങലും ഒക്കെയും നൽകിയിട്ടുണ്ട്. അവരെല്ലാവരും
പലപ്പോഴും സഹായിക്കുവാനായിട്ട് ഇവിടെ വരുന്ന അവസരത്തിൽ ചിന്തിക്കുന്നത് അവർക്കും അവരുടെ മക്കൾക്കും എത്രയോ അനുഗ്രഹങ്ങളാണ് ദൈവം ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. അതേസമയം തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വൈകല്യങ്ങൾ മൂലം കുട്ടികൾക്ക് പഠിക്കുവാൻ സ്കൂളിൽ പോകുവാൻ സാധിക്കാതെ ഭവനത്തിൽ തന്നെ കഴിയേണ്ടി വരിക, ആവശ്യമായിരിക്കുന്ന തെറാപ്പി സൗകര്യങ്ങളോടുകൂടി പരിശീലനം നൽകാൻ സാധിക്കാതെ ഇരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സന്ദർഭത്തിൽ ആ പ്രയാസം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ സ്കൂൾ ഉള്ളതിനെ സഹായിക്കണമെന്നുള്ള ചിന്ത അനേകർക്കുണ്ട്. ആ രീതിയിൽ കഴിഞ്ഞ 25 വർഷക്കാലവും യാതൊരു വിധമായിരിക്കുന്ന മുടക്കവും കൂടാതെ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവരൊക്കെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിൻ്റെ നല്ല അഭ്യുദയകാംക്ഷികളായിട്ടുള്ള അനവധി ആൾക്കാരുണ്ട്. അവരെ എല്ലാവരെയും ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഒരുപറ്റം നല്ല പ്രവർത്തകർ ഈ സ്ഥാപനത്തിൻ്റെ അധ്യാപകരായും അതുപോലെ സഹായികളായിട്ടൊക്കെയും ഉണ്ട്. അവരുടെയൊക്കെ ഒരു നല്ല പ്രവർത്തനങ്ങൾ മൂലം ഇവിടെ എത്തിച്ചേരുന്ന കുട്ടികൾക്ക് നല്ലൊരു ശുശ്രൂഷയും അതുപോലെ പരിശീലനവും ക്ലാസ്സുകളൊക്കെ നൽകാനായിട്ട് സാധിക്കുന്നുണ്ട്. സവിശേഷ ബുദ്ധിയുള്ളതും ഭിന്നശേഷിക്കാരും മാനസിക വെല്ലുവിളികൾ നേരിടുന്നതുമായ 114ഓളം കുഞ്ഞുങ്ങളാണ് ഇന്നിവിടെ പഠനവും പരിശീലനവും നേടുന്നത്. പ്രകാശധാര സ്കൂളിൻ്റെ പ്രിൻസിപ്പലായി റവറൻഡ് ഫാദർ ഗ്രിഗറി വർഗീസ് സേവനം ചെയ്തു വരുന്നു. സവിശേഷപരമായ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കൾ നേരിടുന്ന വെല്ലുവിളികൾക്ക് ഒരല്പമെങ്കിലും ആശ്വാസം പകരാൻ തക്കവണ്ണം ഈ സ്ഥാപനം കൊണ്ട് സാധ്യമാകുന്നുണ്ട്. സാമൂഹ്യ ജീവിതത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് ഈ കുട്ടികളെ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം നമുക്ക് ഇത്തരം സ്ഥാപനങ്ങൾ കൂടുതലായി ഉണ്ടാകാൻ തക്കവണ്ണം ഇടയാകും. വ്യക്തിപരമായ അനുഭവത്തിൽ ഈ സ്ഥാപനം അനേകം ആളുകൾക്ക്, അനേകം മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസമായി മാറുമ്പോൾ എൻ്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മൾ എപ്രകാരം ചെയ്യുന്നു. മത്തായി 25 അധ്യായത്തിൽ ദൈവം ചോദിക്കുന്നുണ്ട്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷണം തന്നായിരുന്നു; എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നായിരുന്നു; ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചായിരുന്നു; ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്നു കണ്ടോ? അതൊക്കെ നമുക്ക് കണ്ടെത്താൻ തക്കുന്ന മേഖല ഇതാണ്. ആരാധനയ്ക്ക് അപ്പുറമായി ഒരു വലിയ സേവനത്തിൻ്റെ മാർഗം കൂടെ നമ്മൾ കണ്ടെത്തുമ്പോൾ മാത്രമേ നമ്മുടെ ദൈവിക വഴി, ദൈവിക വിളിയും സാധ്യമാകുകയുള്ളൂ. അപ്രകാരം ഒരു സാധ്യമാകൽ ഈ സ്ഥാപനത്തിന് നടത്താൻ തക്കവണ്ണം ഇടയാകുമ്പോൾ മാർ ഫെലിക്സ് ചാരിറ്റബിൾ സൊസൈറ്റിയും അതോടൊപ്പം തന്നെ സ്ഥാപക പിതാവായ ഫിലിപ്പോസ് മാർ യോസേഫോസ് തിരുമേനയുടെ വലിയ ദീർഘദർശനം ഈ സമൂഹത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുന്നു എന്നതിൽ ഏറെ ചാരിതാർത്ഥ്യമുണ്ട്. സവിശേഷ ബുദ്ധിയുള്ള ഗിഫ്റ്റഡ് ചിൽഡ്രൻ്റെ മാതാപിതാക്കളായിരിക്കുക എന്നുള്ളത് ഏറെ സന്തോഷകരമായൊരു കാര്യമായി മാതാപിതാക്കൾ കണക്കാക്കണം. ഇന്ത്യ ഒഴിച്ചുള്ള വികസിത രാജ്യങ്ങളിൽ സമൂഹത്തിൻ്റെ ഫസ്റ്റ് പേഴ്സണായി മാറുന്നതും ഒന്നാം പൗരനായി മാറുന്നത് ഗിഫ്റ്റഡ് ചിൽഡ്രനാണ്. കാരണം ഭിന്നശേഷിയായ ആളുകളാണ്. വിവിധങ്ങൾ അവരുടേതായ കാരണങ്ങൾ കൊണ്ടല്ല എങ്കിലും നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ഇത്തരം കുട്ടികൾക്ക് ചേർത്ത് നിർത്താനിടയാകണം. അവർക്കും ജീവിക്കുവാൻ അവകാശമുണ്ട്, തൊഴിൽ നേടുവാൻ അവകാശമുണ്ട്, പരിശീലനത്തിനുള്ള അവകാശമുണ്ട്. അതിന് ഒന്നിച്ച് നമുക്ക് പ്രവർത്തിക്കാം. ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുകയല്ല, ചേർത്ത് നിർത്തുകയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ മുഖ്യമായ ധർമ്മമെന്ന ചിന്തയിൽ ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. സമൂഹത്തിൽ നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ഈ കുഞ്ഞുങ്ങളെ മാറ്റി നിർത്തുകയല്ല, നമ്മളോട് ചേർത്ത് മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മുടെ പ്രയത്നങ്ങളും ജീവിതവും ഇടയാകുമ്പോൾ അത് ദൈവാത്മപ്രേരിതമായി മാറും. ജന്മം കൊണ്ട് ഭിന്നമാക്കപ്പെട്ട ജീവിതാവസ്ഥകളിന്മേൽ അതിജീവനത്തിനു വേണ്ടിയുള്ള പാതകൾ തേടുന്ന ഒരു കൂട്ടം കുഞ്ഞുങ്ങൾക്കായി തണലൊരുക്കുകയാണ് പ്രകാശധാര സ്പെഷ്യൽ സ്കൂൾ. ഇവിടെ ആൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ബോർഡിംഗ് ഉണ്ട്. 25 ആൺകുട്ടികൾക്കാണ് ഇപ്പോൾ അവിടെ താമസ സൗകര്യം നൽകിയിരിക്കുന്നത്. അവർ മാസത്തിലൊരിക്കലോ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഒന്ന് വീട്ടിൽ നിന്ന് പോകുന്നതിനുള്ളൊരു അവസരം കൂടി നൽകുന്നുണ്ട്. ബാക്കിയുള്ള കുട്ടികൾക്ക് ഈ 12 ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് നമ്മൾ വാഹന സൗകര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. അവർ അങ്ങനെ വാഹനത്തിൽ ഇവിടെ വന്ന് പഠിക്കുന്നു, വൈകുന്നേരം വീടുകളിലേക്ക് പോകുന്നു. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കും ഇതൊരു വലിയ ആശ്വാസമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങളുടെ പ്രയാസത്തിൽ ഒരല്പസമയം ഒന്ന് താമസിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ പരിശീലനം നൽകുന്നതിനും ശുശ്രൂഷിക്കുന്നതിനും ഒരു സ്പെഷ്യൽ സ്കൂളിൻ്റെ സഹായം ലഭിക്കുന്നു എന്നുള്ളവർക്ക് വലിയൊരു ആശ്വാസമാണ്.
ആ രീതിയിൽ ഏറ്റവും ഭംഗിയായിട്ടൊക്കെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയുന്നു. അപ്രകാരം സഹായിക്കുന്നവരെ ദൈവസന്നിധിയിൽ ഒരിക്കൽ കൂടി സ്മരിക്കുന്നു. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും നേരുകയും ചെയ്യുന്നു. പ്രകാശധാര സ്കൂൾ ഇന്ന് അനേകം മനസ്സുകൾക്ക് പ്രകാശഗോപുരമായി മാറിയിരിക്കുന്നു. നിരാലംബമാക്കപ്പെട്ട അവസ്ഥകളിൽ നിന്നും പഠനവും പരിശീലനവും നേടി ഒരു പുതിയ ജീവിതം നേടുകയാണ് ഇവിടെ പരിശീലനം നേടുന്നവരിൽ പലരും. തുമ്പമൺ ഭദ്രാസനത്തിന് കീഴിൽ പത്തനംതിട്ടയുടെ ഹൃദയഭാഗത്ത് പ്രവർത്തനം തുടരുന്ന സവിശേഷ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങൾക്കായി പ്രവർത്തനം തുടരുന്ന പ്രകാശധാര സ്കൂൾ ഫോർ ഡിഫറൻ്റ്ലി ഏബിൾഡ് എന്ന സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തണലിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.